തിരുവനന്തപുരത്തെ സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ തിരിമറിക്ക് പിന്നാലെ ജീവനക്കാരി ആത്മഹത്യ ചെയ്തതിൽ ഒരാൾ കസ്റ്റഡിയിൽ. പനങ്കോട് സ്വദേശി സിന്ധുവിനെയാണ് വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ച 2 യുവതികളിൽ ഒരാൾ മരിച്ചത്. വെണിയൂർ സ്വദേശി അഞ്ജു ആണ് മരിച്ചത്. വെങ്ങാനൂർ അമരവിള സൂര്യ ഫിനാൻസിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എങ്ങനെയാണ് ഒരു തട്ടിപ്പ് ആത്മഹത്യയിലേക്ക് എത്തിയത്? മാധു, ഈ 2 പേര്, അതായത് അഞ്ജുവും അതുപോലെ തന്നെ സുഹൃത്ത് ഐശ്വര്യയും വിഴിഞ്ഞം അതുപോലെ തന്നെ അമരിവള, ഈ 2 ശാഖകളിലായിട്ടാണ് സൂര്യ ഫിനാൻസിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്നത്. ഇതിനിടയിൽ ഇവരുടെ തന്നെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള സിന്ധു പനങ്ങോട് സ്വദേശിയാണ്. ഇവരുമായിട്ട് അടുപ്പത്തിലായിരുന്നു. ഇവരുടെ ഈ പരിചയം വെച്ചിട്ടാണ് 70 പവൻ സ്വർണം ഈ 2 പേരും ചേർന്നാണ് നിലവിൽ ഈ സിന്ധു എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയിരുന്നത്. ഇത് ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്ന മറ്റ് വ്യക്തികൾ പണയം വെച്ചിരുന്ന സ്വർണമാണ് മറിച്ച് ഈ സിന്ധു എന്ന് പറയുന്ന വ്യക്തിക്ക് മറിച്ചു നൽകുകയായിരുന്നു. ഒരു കൃത്യമായിട്ട് നൽകുമെന്നുള്ള വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇടപാടുകാർ വന്ന് സ്വർണം ചോദിച്ചപ്പോൾ ഇവർക്ക് സ്വർണം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ സിന്ധു ഈ സ്വർണം മറിച്ച് വിറ്റു എന്നുള്ളതാണ് അഞ്ജുവിനോടും ഐശ്വര്യയോടും പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ ഇവർ അഞ്ജുവും അതുപോലെ തന്നെ ഐശ്വര്യയും ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വന്ന ഇടപാടുകാർക്ക് കൊടുത്തത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സൂര്യ ഫിനാൻസിന്റെ ഉടമ ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് കഴിഞ്ഞ 30-ാം തീയതിയാണ് ഈ വ്യക്തി, ഇപ്പോൾ അഞ്ജു, ആത്മഹത്യ ശ്രമിക്കുന്നത്. ഇവർ 2 പേരും തന്നെ വിഴിഞ്ഞം ഈ സൂര്യ ഷെയ്ക്കിൽ എലിവിഷം കലർത്തിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശരി, ഇപ്പോൾ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 2 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.